ആശാ വർക്കേഴ്സിന്റെ ജനുവരി മാസത്തെ ഓണറേറിയം കുടിശ്ശിക കൂടി അനുവദിച്ച് സർക്കാർ സമരം തുടങ്ങി 18-ാം ദിവസമാണ് സർക്കാരിന്റെ ഈ നടപടി. ആശാ വർക്കേഴ്സിന് ഇൻസെന്റീവും അനുവദിച്ചിട്ടുണ്ട്. സലീം മാലിക് നൽകും തിരുവനന്തപുരത്ത് അതിന് കൂടുതൽ വിവരങ്ങൾ. സലീം, സർക്കാരിന്റെ മറ്റൊരു നീക്കം ഇത് അണുനയത്തിന്റെ ഭാഗമാണ് എന്ന് കരുതാൻ കഴിയുമോ? പക്ഷേ ഇതല്ല ആശാ വർക്കേഴ്സ് ആവശ്യപ്പെടുന്നത്. പക്ഷേ ആ രീതിയിൽ ഒരു ഓണറേറിയം കുടിശ്ശിക കൂടിയും ഒപ്പം ഇൻസെന്റീവ് നൽകി അവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമമായിട്ട് കാണാമോ ഇതിനെ? ബ്രിജിത്ത്, സമരം തുടങ്ങുമ്പോൾ ഈ ആശാ വർക്കേഴ്സിന്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു ഈ കുടിശ്ശികയുള്ള ഓണറേറിയം കൂടി അനുവദിക്കുക എന്നുള്ളത്. പക്ഷേ സമരം മറ്റൊരു തലത്തിലേക്ക് മാറിയതിന് പിന്നാലെ ഈ കുടിശ്ശിക അനുവദിക്കുക എന്നുള്ളതല്ല, നിലവിലെ ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് തങ്ങളുടെ സമരാവശ്യം എന്ന നിലയിലേക്ക് അവർ മാറിയിരുന്നു. പക്ഷേ സർക്കാർ അനുനയത്തിന്റെ എല്ലാ വഴികളും തേടുകയാണ്. അതിന്റെ ഒരു ഭാഗമായാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കഴിഞ്ഞ 1.5 ആഴ്ചക്കിടെ 2 തവണയായി ആശാ വർക്കർമാർക്കുള്ള കുടിശ്ശിക സർക്കാർ അനുവദിക്കുന്നു. അതിൽ ആദ്യഘട്ടത്തിൽ 2 മാസത്തെ ഓണറേറിയമായിരുന്നു അനുവദിച്ചിരുന്നത്. ഇപ്പോൾ 3-ാമത്തെ മാസത്തെ കൂടി, അതായത് സമരം തുടങ്ങുമ്പോൾ 3 മാസത്തെ കുടിശ്ശികയായിരുന്നു ഉണ്ടായിരുന്നത്. അതോടുകൂടി മുഴുവൻ കുടിശ്ശികയും പൂർണ്ണമായി ഇപ്പോൾ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. നാഷണൽ ഹെൽത്ത് മിഷനാണ് ഇപ്പോൾ ഈ കുടിശ്ശിക അനുവദിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇൻസെന്റീവ് കൂടി അനുവദിച്ചിട്ടുണ്ട്. അതായത് കഴിഞ്ഞ തവണ സർക്കാർ അനുവദിച്ചപ്പോൾ ഓണറേറിയത്തിനുള്ള 7,000 രൂപ വീതം എന്ന നിലയിലായിരുന്നു സർക്കാർ 52 കോടി രൂപ അനുവദിച്ചത്. ഇത്തവണ 1 മാസത്തെ കുടിശ്ശികയും ഒപ്പം തന്നെ ഇൻസെന്റീവ് കൂടി ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. അതോടുകൂടി സമരക്കാർ പിന്മാറുമോ എന്ന് ചോദിച്ചാൽ നിലവിലെ സമരക്കാരുടെ ആവശ്യം അതല്ലാതായിരിക്കുന്നു. പ്രത്യേകിച്ചും ഓണറേറിയം 24,000-ലേക്ക് വർദ്ധിപ്പിക്കുക എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. പക്ഷേ ഈ ആദ്യഘട്ടത്തിലൊക്കെ സർക്കാർ ഈ സമരത്തിന് നേരെ മുഖം തിരിച്ചു നിന്ന സർക്കാർ ഇപ്പോൾ ഒരു അനുനയത്തിന്റെ പാതയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഈ മുഴുവൻ കുടിശ്ശികയും അനുവദിച്ചതിലൂടെ വ്യക്തമാകുന്നത്. റീജിത്ത്, സലീം മാലിക്കാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇതിനോട് എങ്ങനെ ആശാ വർക്കേഴ്സ് പ്രതികരിക്കുന്നു എന്നാണ് ഇനി അറിയാനുള്ളത്.